ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഇനി അഭിപ്രായം പറയാനില്ലെന്ന് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. നടിയെ സംശയമുനയിൽ നിർത്തുന്ന തരത്തിലടക്കം നിരവധി പ്രതികരണങ്ങളാണ് അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ളത്. വലിയ വിമർശനം ഏൽക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് പുതിയ പോസ്റ്റുമായി അഖിൽ മാരാറുടെ രംഗപ്രവേശനം. പണം വാങ്ങിയാണ് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നത് എന്ന ആരോപണത്തിനും അഖിൽ മാരാർ മറുപടി നൽകുന്നു. അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്: കേസിന്റെ വിധിപ്പകർപ്പ് പുറത്തുവന്നു. കോടതിയുടെ മുന്നിലെത്തിയ തെളിവുകൾ. ഈ വിഷയത്തിൽ കോടതി പോലീസിനോട് ചോദിച്ച സംശയങ്ങൾ എല്ലാം നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം ഇല്ല. തുടർച്ചയായി ഇത് സംസാരിക്കേണ്ടി വന്നത് നിനക്കില്ലേ 2 പെൺമക്കൾ എന്ന ആക്ഷേപവും പണം വാങ്ങി സംസാരിക്കുന്നു എന്ന ആക്ഷേപവും വന്നതുകൊണ്ടാണ്. ഞാൻ പങ്കുവച്ച സ്ക്രീൻഷോട്ട് 2017 എന്റെ എഴുത്താണ്. അന്ന് ആരെങ്കിലും ദിലീപ് വിഷയത്തിൽ അനുകൂലമായി മിണ്ടിയാൽ അവരെ ദിലീപ് പണം നൽകി പറയിപ്പിക്കുന്നതാണ് എന്ന് വരുത്തിത്തീർത്തത് മാധ്യമങ്ങളാണ്. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് സത്യമെന്ന് തോന്നിയ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനിയൊരാൾ മറ്റൊരാൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കുന്നത് കാശ് കിട്ടിയിട്ടാണെങ്കിൽ നിങ്ങളിൽ പലരും എന്നെ അതിശക്തമായി ബിഗ് ബോസിലുള്ള കാലം പിന്തുണച്ചില്ലേ? എനിക്ക് വേണ്ടി മറ്റുള്ളവരോട് വഴക്കിട്ടില്ലേ? നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ പോലും നിങ്ങൾ വെറുപ്പിച്ചില്ലേ? ചെയ്യാത്ത തെറ്റുകൾക്ക് ഒപ്പമുള്ളവർ കൂട്ടമായി എന്നെ ആക്രമിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സത്യം പറഞ്ഞില്ലേ? എന്നെ ഒരിക്കലെങ്കിലും കാണാത്തവർ അറിയാത്തവർ എനിക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങിയില്ലേ? അതൊരു വാശിയായി കൊണ്ടു നടന്നില്ലേ? എന്താണ് കാരണം? എന്റെ പണമാണോ? എന്നോടുള്ള സ്നേഹമാണോ? അതോ നിങ്ങളുടെ നിലപാട് ജയിക്കാനുള്ള നിങ്ങളുടെ വാശിയായിരുന്നോ? ഞാൻ ദിലീപേട്ടനെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് ദിലീപേട്ട ഞാൻ ജയിച്ചു എന്നാണ്. അതാണ് എന്റെ സന്തോഷവും. ഹൗസിൽ നടന്ന സത്യങ്ങൾ നിങ്ങൾ കണ്ടു. സത്യം എനിക്കൊപ്പമാണെന്ന് നിങ്ങൾ കണ്ടു. ഈ വർഷം അനുമോൾ വിജയിച്ചപ്പോൾ ആ കുട്ടി എന്തൊക്കെ ആക്ഷേപം പുറത്ത് കേൾക്കേണ്ടി വന്നു. അനീഷിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ? അല്ല. ആണെങ്കിൽ അനീഷ് ജയിച്ചേനെ. ഇത് അനുമോളുടെ ജയം അംഗീകരിക്കാത്ത ബാക്കിയുള്ളവർ കൂട്ടമായി അനുമോളെ ആക്രമിച്ച് ആസ്വദിക്കുന്നു. സമാനമാണ്. ഞാൻ ദിലീപിനെ അനുകൂലിച്ചാൽ എന്നെ വന്ന് തെറി പറയുന്നത് എന്റെ ശത്രുക്കളാണ്. അവർ ആരൊക്കെയാണ്? അന്തം കമ്മി പിണറായിസ്റ്റുകൾ, ബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അല്ല, സുഡാപ്പികൾ, വേടനെ, ബോബി ചെമ്മണ്ണൂറിനെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒക്കെ അനുകൂലിക്കുന്നവർ, എന്റെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ള തീവ്രസംഖ്യകൾ, ബിഗ് ബോസിന് ശേഷം എന്റെ വളർച്ച ഉൾക്കൊള്ളാൻ കഴിയാതെ കുരുപൊട്ടി നടക്കുന്ന ചില മുൻ മത്സരാർത്ഥികളും അതിന് കുടപിടിക്കുന്ന ചില സഹ മത്സരാർത്ഥികളും, ഈ സീസണിൽ അനുമോളെ അനുകൂലിച്ചെന്നതിന്റെ പേരിൽ കുറച്ച് ബിഗ് ബോസ് ആരാധകർ, തുടർച്ചയായി ഞാൻ വിമർശിച്ച മൊട്ടയുടെ PR ടീം, എന്റെ ദേശീയബോധത്തെ അംഗീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസ് തോലിട്ട ഒരു പറ്റം, അധികം ഞാൻ പ്രോത്സാഹിപ്പിക്കാത്ത ഓൺലൈൻ മാധ്യമരംഗത്തെ ഒരു പറ്റം, ദിലീപിനെ ഈ വിഷയത്തിൽ എതിർക്കുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം. ഏതാണ്ട് ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ എതിർപ്പുണ്ടായിട്ടും എന്നെ സ്നേഹിക്കുന്ന സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ പിന്തുണയാണ് എന്റെ ധൈര്യം. ഇനി ഒരാളുമില്ലെങ്കിലും ഞാൻ സത്യത്തിനൊപ്പമേ നിൽക്കൂ. 2017 മുതൽ ദിലീപിനെ അനുകൂലിച്ച ഞാൻ ദിലീപിനെ ആദ്യം നേരിൽ കാണുന്നത് 2021 നേരിട്ട് മിണ്ടുന്നത് 2022, ഫോണിൽ ആദ്യമായി സംസാരിക്കുന്നത് 2024 മുതൽ. നാളിതുവരെ എന്നോട് അയാൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് അയാളും പറഞ്ഞിട്ടില്ല, അയാളുടെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടില്ല എന്നും അഖിൽ മാരാർ പോസ്റ്റിൽ പറയുന്നു.